ഇതിലോട്ട് ഇങ്ങനെ സൂം ചെയ്ത് തളിച്ച് കൂടുതലുണ്ടല്ലേ. കാരണം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ആണിത്. ഹലോ വെൽക്കം. ഹലോ. അപ്പോൾ കുറേ നാളായി ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ആക്ച്വലി വീഡിയോസ് തന്നെ ഇപ്പോൾ ചെയ്യാൻ നമുക്ക് മടിയല്ല, ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളായിട്ട് സമയം കിട്ടുന്നില്ല. പിന്നെ ചെറുതായിട്ട് മടിയും വന്നിട്ടുണ്ട്. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനിരിപ്പുണ്ട്, അതും ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ ഇന്നലെ ഒരു ചെമ്മീൻ ഉണ്ടാക്കുന്നൊരു ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ കുട്ടി കഴിക്കണം. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു എൻ്റെ റെസിപ്പി കാണണമെന്ന്. അപ്പോൾ എനിക്ക് കുറേ ആൾക്കാർ റെസിപ്പി കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ അവരെ നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതിന് ചെമ്മീൻ്റെ ബാക്കി കുറച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ ഒരു കറി തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ വേറെ ചെമ്മീൻ സാധനം വാങ്ങിക്കുമ്പോൾ ഒന്നെങ്കിൽ തീയൽ വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെയും കൂടെ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഇന്നലെ എന്നോട് റെസിപ്പി ചോദിച്ച ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെ നമ്മൾ നിരാശപ്പെടുത്താൻ പാടില്ല. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങാൻ പോവാണ്. അത് മാത്രമല്ല ചെമ്മീൻ്റെ മൂന്നാമത്തെ ഡിഷാന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കാണിക്കുന്നത് അല്ലേ. ചെമ്മീൻ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സാധനമാണ്, വെറുതെ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവേസ് അതിന് വേണ്ട ആൻഡ് ദിസ് ഇസ് വെരി 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 സിമ്പിൾ. ഒരു പണിയുമില്ല. നമ്മൾ ചെമ്മീൻ ക്ലീൻ ആക്കുന്നതിന്റെ പണി. എന്നാലും ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നു കഴിയുമ്പോഴേക്കും കറി റെഡിയാവും. ഓക്കെ, യെസ്. ഇന്നലെ ചേട്ടൻ കഴിച്ചുകൊണ്ടിരുന്ന അറിയാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ചെമ്മീൻ ഒരു 1/2 കിലോ ചെമ്മീനുണ്ട്. ഇതൊരു 1.5 സവാളയുണ്ട്. സവാള നമുക്ക് എമൗണ്ട് കുറച്ചും എടുക്കാം, എമൗണ്ട് കൂട്ടിയെടുക്കാം. ഇതിന് 1/2 സവാള ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. കുറച്ചും കൂടെ നമുക്ക് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സവാള ആഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയതായി ഇത്ര ഉള്ളൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ഒരു 5-6, എത്ര അല്ലി ചേട്ടനാണ് ഇത് ചെയ്തത്? 7 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഒരു പിടി തേങ്ങ. ഈ തേങ്ങയുടെ കാര്യം അങ്ങനെ തന്നെ. തേങ്ങയും നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ യു കെൻ ആഡ് ലിറ്റിൽ ബിറ്റ് മോർ. ഓക്കെ. പിന്നെ ഇതിന് വേണ്ട മസാലാസ്: കുരുമുളക് പൊടി, കാശ്മീരി ചില്ലിയോർ ഏതാന്ന് വെച്ചാൽ ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്ര സാധനങ്ങളെ നമുക്ക് ഇതിനാവശ്യമുള്ള. ഉപ്പും വേണം. അപ്പം ഞാൻ ഇതിന് മിക്സിങ്ങിലോട്ട് കിടക്കട്ടെ. ഓക്കെ, അപ്പം നമ്മുടെ മിക്സിങ് തുടങ്ങാൻ പോവാണ്. ആദ്യം നമ്മൾ ഈ സവാളേനെ ഫുൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുക. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാലും മതി കേട്ടോ, ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ. എല്ലാം മിക്സ് ചെയ്യാൻ പോവാണ്. എല്ലാം ഒരുമിച്ചിടുക. അതിനുശേഷം നമ്മുടെ ഈ മസാലകളും ഒരുമിച്ചിടുക. എന്ത് സിമ്പിളല്ലേ. അതിനുശേഷം കുറച്ച് ഉപ്പ് ആവശ്യത്തിന് അതും ഇടുക. കുറച്ച് വെളിച്ചെണ്ണ. എത്ര സമയം കൊണ്ട് റെഡിയാവും? ഇതൊരു 10-20 മിനിറ്റ്. ആണോ? അപ്പൊ ഞങ്ങൾ ബാച്ചിലർ ട്രിപ്പ് പോകുമ്പോ ഇതങ്ങ് ഉണ്ടാക്കി വെക്കുകയല്ലേ ഞങ്ങൾ ആണുങ്ങൾ. കിള്ളിക്കോട്ട് പോകണം. എൻ്റെ അടുത്ത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് തരാനൊന്നും പറയും. ക്ലീൻ ചെയ്യാൻ കാശ് കൊടുത്ത ആൾക്കാർ. ശരി, ഓക്കെ. ഇനിയിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോവാണ് ഞാൻ. ഇതിലാണ് നന്നായിട്ട് കൈവച്ച് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇതിന് മിക്സിങ്ങിനാണ് ഇനി കാര്യം കേട്ടോ. നന്നായിട്ട് നമ്മൾ കൈവച്ച് തന്നെ ഇത് മിക്സ് ചെയ്യണേ. നന്നായിട്ട് എല്ലാ ചെമ്മീനിലോട്ടും ഈ ഒരു സവാളയുടെ നീരൊക്കെ പുറത്തേക്ക് വരുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കാം. ഇത് പിന്നെ മിക്സ് ചെയ്ത് വെക്കണമെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ഓപ്ഷണൽ. നിങ്ങൾക്ക് സമയമുള്ള പോലെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാറൊന്നുമില്ല. മിക്സ് ചെയ്യുന്നു, നേരെ അടുപ്പിലോട്ട് ഇടുന്നു. കാരണം കറക്റ്റ് ബ്രിമ്മിലൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഈ റെസിപ്പിനെ കുറിച്ച് പറയുന്നത് എൻ്റെ സ്വന്തം റെസിപ്പി ഒന്നും അല്ല. ഞാൻ റാൻഡമായിട്ട് ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെയോ വീഡിയോസ് കണ്ട സമയത്ത് അമ്മയും മോനും കൂടെയുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്നെന്താണ് അമ്മയെ കറിയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തൊരു റെസിപ്പിയാണ്. പക്ഷെ അന്ന് ഞാനത് സേവ് ചെയ്ത് വെക്കാനും മറന്നുപോയി. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടതിൻ്റെ ഓർമ്മയ്ക്കാട്ടോ ഞാൻ ചെയ്തത്. അത് സേവ് ചെയ്ത് വെക്കാനും മറന്നുപോയി. എനിക്കത് അവരാരാന്ന് ഓർമ്മയും ഇല്ല. ഇപ്പം അവരെ മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാൻ എനിക്ക് ഐ ഡോണ്ട് നോ. പക്ഷെ ഞാൻ ആ ഒരു പ്രാവശ്യം കണ്ടതിന് എൻ്റെ മനസ്സിൽ അപ്പം തന്നെ ഇത് പതിഞ്ഞു. കാരണം എനിക്ക് അപ്പം ഭയങ്കരമായിട്ട് കൊതി വന്നു. അതെ. അപ്പോൾ ഇന്നലെ ചേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ചെമ്മീൻ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. ചേട്ടൻ മീൻ വാങ്ങിക്കാൻ പോയിട്ട് ഇന്ന മീൻ വേണം, ആ മീൻ വേണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ചെമ്മീൻ ഉണ്ടോ? ചെമ്മീനാവുണ്ട്. എന്നാൽ ചെമ്മീൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. കാരണം ഇത് അന്ന് കണ്ടപ്പോൾ തൊട്ട് ഈ സാധനം ചെയ്യാനുള്ളൊരു കൊതി എൻ്റെ വായിലിങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ മിശ്രിതം റെഡി മണിയായി. ഇനി നമ്മൾ ഇതിനെ എണ്ണയിലേക്ക് ഇടുന്നു. അത്ര തന്നെ ഉള്ളു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ചൂടായ എണ്ണയിലേക്ക് ആ എണ്ണ അത്യാവശ്യം കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ. എന്നാൽ മുങ്ങിക്കിടക്കാനുള്ള എണ്ണ അങ്ങനെയല്ല, എന്നാലും ഒരുവിധം എണ്ണ ഒഴിച്ചോളൂ. ഇത് നമ്മൾ ഇത് മൊത്തം അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഇതിനെ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തിടുക.
ഇത് കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം. എനിക്ക് തോന്നുന്നു സ്വല്പം കൂടെ വെളിച്ചെണ്ണ വേണം എന്നാണ്. അത് ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ ഞാനൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ജസ്റ്റ് നമുക്ക് അത്യാവശ്യം ഒന്ന് വേവായി എന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ നമ്മൾ തുറന്നു വെച്ച് ഇതിനെ ഫ്രൈയാക്കി എടുക്കലാണ് പരിപാടി. അപ്പോൾ ഫുൾ തീ കുറച്ച് മിനിമം തീയിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് കാണാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് നമ്മൾ ഇപ്പോഴാണ് തുറക്കുന്നത്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് സെറ്റായി. ഇനിയിപ്പോൾ ഇത് അടച്ച് വെക്കണ്ട. അടച്ച് വെക്കാതെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഈ എണ്ണയിൽ കിടന്ന് നല്ല സെറ്റാകും. ഇപ്പോൾ ഈ തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങയുടെ ഒരു എണ്ണയും ഇതിലേക്ക് ഇറങ്ങും കേട്ടോ, തേങ്ങാപ്പീരയിൽ നിന്ന്. പിന്നെ ഇതിന് നിങ്ങൾക്ക് കാശ്മീരി ചില്ലിയാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിവിടെ കാശ്മീരി ചില്ലി ഇല്ല, അതുകൊണ്ടാണ് കുറച്ച് കളർ കുറവുള്ള പോലെ തോന്നുന്നത്. പക്ഷേ കളറിന് വേണ്ടി ഞാൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒടുക്ക തരുവായി പോവും. അപ്പോൾ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. ഇതെൻ്റെ നോർമൽ മുളക് പൊടിയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിം, ഇപ്പം ചെമ്മീനൊക്കെ അത്യാവശ്യം വെന്ത് കഴിയുമ്പോഴാണല്ലോ ചെമ്മീൻ ഇങ്ങനെ ചുരുങ്ങുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആയി ഫ്രൈ ആയി വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് റെഡിയാക്കി എടുത്താൽ ഇതും ചോറും കിടിലനാണ്. ഓക്കെ, സോദാ നമ്മുടെ ചെമ്മീൻ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നോക്കിയിട്ട് കുരുമുളക് പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ എനിക്കിതിന് ആവശ്യത്തിന് എരിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി സ്പ്രിങ്കിൾ ചെയ്താൽ ഫൈനൽ ടച്ച്. ഓക്കെ, സോ ഇത് ഗസ്റ്റൊക്കെ വരുവാന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഓൺ ദ സെയിം ടൈം അപ്പുറത്ത് ഇപ്പുറത്ത് സ്റ്റൗവിലൊക്കെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ചെമ്മീൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ തിങ് അല്ലേ. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് നമുക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ചെമ്മീൻ. കാരണം എപ്പോഴും ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിക്കൻ മീനൊക്കെ റെഗുലർ ഉണ്ട്. അപ്പോൾ ചെമ്മീൻ അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ നല്ല കിടിലായിട്ട് തേങ്ങയൊക്കെ വെച്ചേക്കും. നമുക്ക് കുറേ എഫേർട്ട് ഉണ്ട്, പക്ഷേ ഇത് എഫേർട്ടും ഇല്ല. വെറുതെ ഇതിങ്ങനെ അടുപ്പിലോട്ട് വെച്ച് നമ്മൾ തളിച്ച് ഉണ്ടല്ലേ. കാരണം ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റാണിത്. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് എന്താ പറയണ്ടേ, ഒരു സ്പെഷ്യൽ ഡിഷിന്റെ ഒരു ഫീൽ ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ തന്നത്. ഇത് റെഡി വരുമ്പോൾ തന്നെ നല്ല മണമാണ്. ചേട്ടനും ഇന്നലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾ ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം. എൻ്റെ ഡിഷുകളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങളൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, എനിക്കറിയാം. അപ്പം അതുപോലെ തന്നെ ഇതിനും നിങ്ങൾ മെസ്സേജ് അയക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, നമ്മൾ ക്ലോസ് ചെയ്യുകയാണല്ലേ. അതെ, ഫൈനൽ ഒരു ഷോട്ട് ഇതിലോട്ട് വെച്ചു. ഇതിലോട്ട് ഇങ്ങനെ സൂം ചെയ്ത് സൂപ്പർ.